പ്രഥമസ്കന്ധ അഥ നവമോധ്യായ. സൂത ഉവാച ഇതി ഭീതഃ പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തതോ വിനശനം പ്രാഗാദ് യത്ര ദേവവ്രതോപതത്. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇതി ഭീതഃ പ്രജാദ്രോഹാത് സർവധർമ്മ വിവിത്സയാ തതഃ വിനശനം പ്രാഗാദ് യത്ര ദേവവ്രതഃ അപതത്. അടുത്ത ശ്ലോകം 2. തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈഃ സ്വർണഭൂഷിതൈഃ അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസധൗമ്യാദയസ്തഥാ. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈഃ സ്വർണഭൂഷിതൈഃ അന്വഗച്ഛൻ രഥൈഃ വിപ്രാഃ വ്യാസധൗമ്യാദയഃ തഥാ. അടുത്ത ശ്ലോകം 3. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയ സതൈർവ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈഃ. ഇതാണ് 3-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഭഗവാൻ അപി വിപ്രർഷേ രഥേന സധനഞ്ജയ സഹ തൈഃ വ്യരോചത നൃപ കുബേര ഇവ ഗുഹ്യകൈഃ. അടുത്ത ശ്ലോകം 4. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഃ പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹചക്രിണാ. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവഃച്യുതം ഇവ അമരം പ്രണേമുഃ പാണ്ഡവാഃ ഭീഷ്മം സാനുഗാഃ സഹ ചക്രിണാ. അടുത്ത ശ്ലോകം 5. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവഋഷയശ്ച സത്തമ രാജഋഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത്ര ബ്രഹ്മഋഷയഃ സർവേ ദേവഋഷയഃ ച സത്തമ രാജഋഷയഃ ച തത്ര ആസൻ ദ്രഷ്ടും ഭരതപുംഗവം. അടുത്ത ശ്ലോകം 6. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത. ഇതാണ് 6-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പർവ്വത നാരദ ധൗമ്യ ഭഗവാൻ ബാദരായണ ബൃഹദശ്വ ഭരദ്വാജ സശിഷ്യ രേണുകാസുത. അടുത്ത ശ്ലോകം 7. വസിഷ്ഠ ഇന്ദ്രപ്രമദസ്ത്രിതോ ഗൃത്സമദോസിത
കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോഥ സുദർശന. ഇതാണ് 7ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വസിഷ്ഠ ഇന്ദ്രപ്രമദ ത്രിത ഗൃത്സമദ അസിത കക്ഷീവാൻ ഗൗതമ അത്രി ച കൗശിക അഥ സുദർശന. അടുത്ത ശ്ലോകം 8. അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാ ശിഷ്യൈരുപേതാ ആജഗ്മു കശ്യപാംഗിരസാദയ. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അന്യേ ച മുനയ ബ്രഹ്മൻ ബ്രഹ്മരാതാദയ അമലാഹ ശിഷ്യൈ ഉപേതാ ആജഗ്മു കശ്യപാംഗിരസാദയ. അടുത്ത ശ്ലോകം 9. താൻ സമേതാൻ മഹാഭാഗാനുപലക്ഷ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിത്. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലക്ഷ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞ ദേശകാല വിഭാഗവിത്. അടുത്ത ശ്ലോകം 10. കൃഷ്ണഞ്ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. ഇതാണ് 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയാ ഉപാത്ത വിഗ്രഹം. അടുത്ത ശ്ലോകം 11. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈരന്ധീഭൂതേന ചക്ഷുഷാ. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പാണ്ഡുപുത്രാൻ ഉപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാചഷ്ട അനുരാഗാശ്രൈഃ അന്ധീഭൂതേന ചക്ഷുഷാ. അടുത്ത ശ്ലോകം 12. അഹോ കഷ്ടമഹോന്യായം യദ്യൂയം ധർമ്മനന്ദനാ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. ഇതാണ് 12ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഹോ കഷ്ടം അഹോ അന്യായം യത് യൂയം ധർമ്മനന്ദനാഃ ജീവിതും ന അർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ. അടുത്ത ശ്ലോകം 13. സംസ്ഥിതേതി രഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാവധൂ
യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകവതീ മുഹു. ഇതാണ് 13-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ പൃഥാ ബാലപ്രജാ വധൂഃ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകവതീ മുഹു. അടുത്ത ശ്ലോകം 14. സർവം കാലകൃതം മന്യേ ഭവതാഞ്ച യദപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലി. ഇതാണ് 14-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സർവം കാലകൃതം മന്യേ ഭവതാം ച യത് അപ്രിയം സപാല യദ്വശേ ലോക വായോഃ ഇവ ഘനാവലി. അടുത്ത ശ്ലോകം 15. യത്ര ധർമ്മസുതോ രാജാ ഗദാപാണിർവൃകോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തതോ വിപത്. ഇതാണ് 15-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത്ര ധർമ്മസുത രാജാ ഗദാപാണി വൃകോദര കൃഷ്ണ അസ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണ തത വിപത്. അടുത്ത ശ്ലോകം 16. നഹ്യസ്യ കരിഹിജിദ്രാജൻ പുമാൻ വേദവിധിത്സിതം യദ്വിജിജ്ഞാസയായുക്താ മുഹ്യന്തി കവയോപിഹി. ഇതാണ് 16-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നഹി അസ്യ കരിഹിജിത് രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്വിജിജ്ഞാസയാ യുക്താഃ മുഹ്യന്തി കവയഃ അപി ഹി. അടുത്ത ശ്ലോകം 17. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതഋഷഭ തസ്യാനുവിഹിതോ നാഥ നാഥ പാഹി പ്രജാ പ്രഭോ. ഇതാണ് 17-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്മാത് ഇദം ദൈവതന്ത്രം വ്യവസ്യ ഭരതഋഷഭ തസ്യ അനുവിഹിത അനാഥാഃ നാഥ പാഹി പ്രജാഃ പ്രഭോ. അടുത്ത ശ്ലോകം 18. ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. ഇതാണ് 18-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏഷഃ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യഃ നാരായണ പുമാൻ മോഹയൻ മായയാ
ലോകം ഗൂഢ ചരതി വൃഷ്ണിഷു. അടുത്ത ശ്ലോകം 19. അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദേവഋഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. ഇതാണ് 19ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അസ്യ അനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദേവഋഷി നാരദ സാക്ഷാത് ഭഗവാൻ കപില നൃപ. അടുത്ത ശ്ലോകം 20. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാദഥ സാരഥിം. ഇതാണ് 20ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹ സചിവം ദൂതം സൗഹൃദാത് അഥ സാരഥിം. അടുത്ത ശ്ലോകം 21. സർവാത്മന സമദൃശോ ഹ്യദ്വയസ്യാനഹങ്കൃതേ തത്കൃതം മതിവൈഷമ്യം നിരവദ്യസ്യ ന ക്വചിത്. ഇതാണ് 21ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സർവാത്മന സമദൃശ ഹി അദ്വയസ്യ അനഹങ്കൃതേ തത്കൃതം മതിം വൈഷമ്യം നിരവദ്യസ്യ ന ക്വചിത്. അടുത്ത ശ്ലോകം 22. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സൂംസ്ത്യജത സാക്ഷാത് കൃഷ്ണോ ദർശനമാഗത. ഇതാണ് 22ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപ അനുകമ്പിതം യത് മേ അസൂൻ ത്യജത സാക്ഷാത് കൃഷ്ണ ദർശനം ആഗത. അടുത്ത ശ്ലോകം 23. ഭക്തിയാവേശ്യ മനോ യസ്മിൻ വാചാ യന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭി. ഇതാണ് 23ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഭക്തിയാ ആവേശ്യ മനഃ യസ്മിൻ വാചാ യന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭി. അടുത്ത ശ്ലോകം 24. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജ. ഇതാണ് 24ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം.
സഹ ദേവദേവ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവത് ഇദം ഹിനോമി അഹം. പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജ ധ്യാനപഥ ചതുർഭുജ. അടുത്ത ശ്ലോകം 25. സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുശൃണ്വതാം. ഇതാണ് 25-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യുധിഷ്ഠിര തത് ആകർണ്യ ശയാനം ശരപഞ്ജരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാം ച അനുശൃണ്വതാം. അടുത്ത ശ്ലോകം 26. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാമാംനാദോ ഭയലക്ഷണാൻ. ഇതാണ് 26-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാദോ ഭയലക്ഷണാൻ. അടുത്ത ശ്ലോകം 27. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗത. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗത. അടുത്ത ശ്ലോകം 28. ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാന്യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഇതാണ് 28-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധർമാർത്ഥകാമമോക്ഷാൻ ച സഹോപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. അടുത്ത ശ്ലോകം 29. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തൂത്തരായണ. ഇതാണ് 29-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധർമ്മം പ്രവദത തസ്യ സഹ കാലഃ പ്രത്യുപസ്ഥിത യഃ യോഗിനഃ ഛന്ദമൃത്യോഃ വാഞ്ചിതഃ തു ഉത്തരായണ. അടുത്ത ശ്ലോകം 30. തദോപസംഹൃത്യ ഗിരഃ സഹസ്രണീർവിമുക്തസംഗം
മന ആദിപൂരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദൃഗ്വ്യധാരയത്. ഇതാണ് 30-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തദാ ഉപസംഹൃത്യ ഗിര സഹസ്രണീഃ വിമുക്തസംഗം മനഃ ആദിപൂരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതദൃക് വ്യധാരയത്. അടുത്ത ശ്ലോകം 31. വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തദീക്ഷയൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജഞ്ജനാർദ്ദനം. ഇതാണ് 31-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ തദീക്ഷയാ ഏവ ആശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമ തുഷ്ടാവ ജന്യം വിസൃജൻ ജനാർദ്ദനം. അടുത്ത ശ്ലോകം 32. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷി യത് ഭവപ്രവാഹ. ഇതാണ് 32-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇതി മതി ഉപകൽപിത വിതൃഷ്ണാ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി യത് ഭവപ്രവാഹ. അടുത്ത ശ്ലോകം 33. ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ നവദ്യ. ഇതാണ് 33-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപു അളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതി അസ്തു മേ അനവദ്യ. അടുത്ത ശ്ലോകം 34. യുധിതുരഗരജോ വിധൂമ്രവിശ്വക്കചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വജി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. ഇതാണ് 34-ാമത്തെ ശ്ലോകം.
ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യുധി തുരഗരജോ വിധൂമ്രവിശ്വക്കചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈഃ വിഭിദ്യമാനത്വജി വിലസത്കവചേ അസ്തു കൃഷ്ണേ ആത്മാ. അടുത്ത ശ്ലോകം 35. സപദി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാ ഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. ഇതാണ് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സപദി സഖിവച നിശമ്യ മധ്യേ നിജപരയോഃ ബലയോഃ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുഃ അക്ഷണാ ഹൃതവതി പാർത്ഥസഖേ രതിഃ മമ അസ്തു. അടുത്ത ശ്ലോകം 36. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയാ യശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിം അഹരത് ആത്മവിദ്യയാ യഹ ചരണരതി പരമസ്യ തസ്യ മേ അസ്തു. അടുത്ത ശ്ലോകം 37. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുരുഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ. ഇതാണ് 37-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും അവപ്ലുതഃ രഥസ്ഥഃ ധൃതരഥചരണഃ അഭ്യയാത് ചലദ്ഗു ഹരി ഇവ ഹന്തും ഇഭം ഗതോത്തരീയഃ. അടുത്ത ശ്ലോകം 38. ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജപരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. ഇതാണ് 38-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശിതവിശിഖഹത വിശീർണദംശ ക്ഷതജപരിപ്ലുത ആതതായിന മേ പ്രസഭം അഭിസസാര മദ്വധാർത്ഥം സഹ ഭവതു മേ ഭഗവാൻ ഗതിഃ മുകുന്ദഃ. അടുത്ത ശ്ലോകം 39. വിജയരഥ കുടുംബ ആത്തതോത്രേ
ധൃതഹയ രശ്മിനി തച്ഛ്രിയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂരുഷോരിയമിഹ നിരീക്ഷ്യ ഹതാ ഗതാ സരൂപം. ഇതാണ് 39ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിജയരഥ കുടുംബേ ആത്തതോത്രേ ധൃതഹയരശ്മിനി തച്ഛ്രിയാ ഈക്ഷണീയേ ഭഗവതി രതിഃ അസ്തു മേ മുമൂരുഷോഃ യം ഇഹ നിരീക്ഷ്യ ഹതാഃ ഗതാഃ സരൂപം. അടുത്ത ശ്ലോകം 40. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധാ പ്രകൃതി മകൻ കിലയസ്യ ഗോപവധ്വ. ഇതാണ് 40ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷിണ കൽപ്പിത ഉരുമാനാഃ കൃതം അനുകൃതവത്യ ഉന്മദാന്ധാഃ പ്രകൃതിം അഗൻ കില യസ്യ ഗോപവധ്വ. അടുത്ത ശ്ലോകം 40. മുനിഗണ നൃപവർയ സങ്കുലേന്തഃസദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപപേദ ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. ഇതാണ് 41ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മുനിഗണ നൃപവർയ സങ്കുലേ അന്തഃസദസി യുധിഷ്ഠിര രാജസൂയേ ഏഷാം അർഹണം ഉപപേദേ ഈക്ഷണീയ മമ ദൃശി ഗോചരഃ ഏഷഃ ആവിഃ ആത്മാ. അടുത്ത ശ്ലോകം 42. തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ഇതാണ് 42ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തം ഇമം അഹം അജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതം ആത്മകൽപിതാനാം പ്രതിദൃശം ഇവ നൈകഥാ അർക്കം ഏകം സമധിഗതഃ അസ്മി വിധൂതഭേദമോഹ. അടുത്ത ശ്ലോകം 43. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിഃ ആത്മന്യാത്മാനമാവേശ്യ സോന്തശ്വാസ ഉപാരമത്. ഇതാണ് 43ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കൃഷ്ണേ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിഃ ആത്മനി ആത്മാനം ആവേശ്യ സഹ അന്തശ്വാസഃ ഉപാരമത്. അടുത്ത ശ്ലോകം 44. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ
സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസീവദിനാത്യയേ. ഇതാണ് 44-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സമ്പദ്യമാനം ആജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവു തേ തൂഷ്ണീം വയാംസി ഇവ ദിനാത്യയേ. അടുത്ത ശ്ലോകം 45. തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാദിതാ ശശംസു സാധവോ രാജ്ഞാം ഖാത്പേതു പുഷ്പവൃഷ്ടയ. ഇതാണ് 45-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത്ര ദുന്ദുഭയ നേതു ദേവമാനവവാദിതാഃ ശശംസു സാധവ രാജ്ഞാം ഖാത് പേതുഃ പുഷ്പവൃഷ്ടയ. അടുത്ത ശ്ലോകം 46. തസ്യ നിർഹരണാദീനി സംബരേതസ്യ ഭാർഗവ യുധിഷ്ഠിരഃ കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോഭവത്. ഇതാണ് 46-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്യ നിർഹരണാദീനി സംബരേതസ്യ ഭാർഗവ യുധിഷ്ഠിരഃ കാരയിത്വാ മുഹൂർത്തം ദുഃഖിതഃ അഭവത്. അടുത്ത ശ്ലോകം 47. തുഷ്ടുപുർമുനയോ ഹൃഷ്ടാഃ കൃഷ്ണം തദ്ഗുഹ്യനാമഭിഃ തതസ്തേ കൃഷ്ണഹൃദയാഃ സ്വാശ്രമാൻ പ്രയയുഃ പുനഃ. ഇതാണ് 47-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തുഷ്ടുവു മുനയ ഹൃഷ്ടാഃ കൃഷ്ണം തദ്ഗുഹ്യനാമഭിഃ തതഃ തേ കൃഷ്ണഹൃദയാഃ സ്വാശ്രമാൻ പ്രയയുഃ പുനഃ. അടുത്ത ശ്ലോകം 48. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. ഇതാണ് 48-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തതഃ യുധിഷ്ഠിരഃ ഗത്വാ സഹ കൃഷ്ണഃ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. അടുത്ത ശ്ലോകം ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 49. പിത്രാ ചാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. ഇതാണ് 49-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പിത്രാ ച അനുമത രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ
യുധിഷ്ഠിരരാജ്യപ്രലംഭോ നാമ നവമോऽധ്യായഃ